അല്ല മക്കളെ, എല്ലാവരും കീം എക്സാമിന് വേണ്ടി അത് ഗംഭീരമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജൂൺ 1 നമുക്ക് കീം എക്സാമിനേഷൻ വരുന്നത്. ഏകദേശം ഇനി 30 ദിവസം മാത്രമാണ് ജൂൺ 1 ഉള്ളത്. ശരിക്കും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് 30 ദിവസം ഉണ്ടോ ഒന്ന് പരിശോധിക്കാം. ഒരു ദിവസം ഏകദേശം ഒരു 6 to 7 hours ഉറങ്ങും. ഒരു 3 to 4 hours നമ്മുടെ മറ്റ് പരിപാടിക്ക് നമ്മൾ മാറ്റിവെക്കും. ഫോർ എക്സാമ്പിൾ ഭക്ഷണം കഴിക്കുക, കുളിക്കുക, ചിലപ്പോൾ നമ്മൾ കുറച്ച് ഫോൺ നോക്കും. അങ്ങനെ മറ്റ് നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം വേണ്ടി ഒരു 3 to 4 hours മാറ്റിവെച്ചു. ബാക്കി നമുക്കുള്ളത് വെറും 12 hours മാത്രം. അപ്പോൾ ഒരു ദിവസം 12 hours എന്ന് പറയുമ്പോൾ മൊത്തമായിട്ട് വരുന്നത് 720 minutes. മനസ്സിലാക്കുക, ഈച്ച് മിനിറ്റ് കൗണ്ട്സ്. ഓരോ മിനിറ്റ് നമുക്ക് അത്രമേൽ വിലപ്പെട്ടതാണ്. ഇനിയുള്ള ഓരോ നിമിഷവും നമ്മൾ അത്ര ഗംഭീരമായി പഠിച്ചാൽ മാത്രമാണ് കീം എക്സാമിനേഷൻ അത് ഗംഭീരമായി നമുക്ക് എഴുതി ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും കീം എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ചൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കണം, ഏറ്റവും മികച്ചൊരു എഞ്ചിനീയർ ആകണമെന്ന്. അതിനുവേണ്ടി നമുക്കിനി ഒരു ദിവസം ബാക്കിയുള്ളത് 12 hours മാത്രം. ഈ 12 hours എല്ലാവരും എഫക്റ്റീവായിട്ട് തന്നെ ഉപയോഗിക്കണം. കൃത്യമായിട്ട് നിങ്ങൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് എപ്പോഴാണ് പഠിക്കാൻ വേണ്ടി ഏറ്റവും യൂസ്ഫുൾ ആയി തോന്നുക ആ സമയം തന്നെ പഠിക്കണം. ചിലപ്പോൾ ചിലർക്ക് രാത്രിയാണ് പഠിക്കാൻ വേണ്ടി കുറച്ചും കൂടി താല്പര്യം ഉണ്ടാവുക, നിങ്ങൾ രാത്രി പഠിക്കുക. ചിലർക്ക് ഡേ ടൈം ആയിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആവുക, അവർ ഡേ ടൈം തന്നെ പഠിക്കുക. എനിക്കൊരു സജഷൻ ഉണ്ട്, ഉച്ചയ്ക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ പ്രോബ്ലം പേപ്പർ തന്നെ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം വേറെ ഒന്നുമല്ല, ഉറക്കം ചിലപ്പോൾ നമുക്ക് വരാം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിയുമ്പോൾ ഒരു ഉറക്കത്തിനുള്ള ഏറ്റവും അധികം ചാൻസ് കാണുന്നുണ്ട്. ആ നിമിഷം നമ്മൾ പ്രോബ്ലം പേപ്പർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ഉറക്കം നമുക്ക് കെടുത്താൻ വേണ്ടി സാധിക്കും. ഡേ ടൈം നമ്മൾ കൂടുതൽ പഠിക്കുവാൻ ആവശ്യമുള്ള സബ്ജക്റ്റുകൾ, ഫോർ എക്സാമ്പിൾ ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഉച്ചയ്ക്ക് ശേഷം മാത്സിന് വേണ്ടി മാറ്റിവെക്കുക. ഏതൊരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനുള്ള മന്ത്ര എന്ന് പറയുന്നത് റിവിഷൻ തന്നെയാണ്. നമ്മൾ നിരന്തരമായിട്ട് റിവൈസ് ചെയ്ത് കൊണ്ടേയിരിക്കണം. ചിലപ്പോൾ നിങ്ങൾ ഈ നിമിഷം പുസ്തകം എടുക്കുമ്പോൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ അപ്പാടെ മറന്നുപോയി കാണാം. ഈ കാണുന്ന വീട് കണ്ടുകൊണ്ടിരിക്കുന്ന പലവരും ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയവരായിരിക്കാം. ആയതിനാൽ റിവിഷൻ മസ്റ്റാണ്. പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗം തൊട്ട് തന്നെ നിങ്ങൾ റിവിഷൻ അതിഗംഭീരമായിട്ട് ചെയ്യണം. ഓരോ ദിവസവും നിങ്ങൾ ഇത്ര സമയം റിവിഷന് വേണ്ടി മാറ്റിവെക്കണം, ഇത്ര സമയം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കണം, ഇത്ര സമയം നമ്മൾ പുതിയ ടോപ്പിക് പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കണം. അങ്ങനെ ഒരു ദിവസം നമ്മൾ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ വളരെ സുഖമായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കീം എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അവസാനമായിട്ടെങ്കിൽ നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. മറ്റൊന്നുമല്ല, നല്ല ചൂടാണ്, എല്ലാവരും അത്രമേൽ വെള്ളം കുടിക്കണം. നല്ല വെള്ളം കുടിച്ചാൽ മാത്രമാണ് നമുക്ക് ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, എല്ലാവരും ആരോഗ്യം കൂടി നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഈ നിമിഷം നമുക്ക് അസുഖം വരികയാണെങ്കിൽ ഓരോ നിമിഷത്തിനും നമുക്ക് നമ്മുടെ ജീവന് തുല്യം വിലയുണ്ട്. ഓരോ നിമിഷം നഷ്ടപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല. ആയതിനാൽ എല്ലാ മക്കളും ആരോഗ്യം അത്രമേൽ നോക്കണം. കറക്റ്റ് സമയത്ത് എല്ലാവരും ഫുഡ് കഴിക്കുക തന്നെ വേണം. ഫുഡ് മാത്രമല്ല, നല്ല വെള്ളവും കുടിക്കണം. സോ മക്കളെ, എല്ലാവരും അതിഗംഭീരമായിട്ട് പഠിക്കുക. കീം എക്സാം അതിഗംഭീരമായിട്ട് ക്രാക്ക് ചെയ്യുക. എല്ലാ ദിവസവും എല്ലാ സമയവും പഠിച്ചുകൊണ്ട് തന്നെ കീം എക്സാം നമുക്ക് ഒന്നിച്ച് ക്രാക്ക് ചെയ്യാം. സോ സീ യു ഓൾ. എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. സൈനിങ് ഓഫ് അഫ്നാസ് ഫ്രം Xylem Learning.